ഇക്കഴിഞ്ഞ ദിവസമാണ് എറണാകുളം കളമശ്ശേരിയിൽ മോഷണ ശ്രമത്തിനിടയിൽ 23-കാരിക്ക് ക്രൂരമായി പരിക്കേറ്റത്. കണ്ണൂർ സ്വദേശിനിയായ പെൺകുട്ടി ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടയിലാണ് ആക്രമണത്തിന് ഇരയായത്. തലയിൽ തുണിയിട്ട് മൂടിയ ശേഷമായിരുന്നു ആക്രമണം. ഞാനിപ്പോൾ നിൽക്കുന്ന കളമശ്ശേരി പാലത്തിന് തൊട്ടടുത്താണ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8:30-ഓടെ 23 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാകുന്നത്. മോഷണ ശ്രമത്തിനിടയിലാണ് മോഷ്ടാവിൽ നിന്നും അതിക്രൂരമായ ആക്രമണത്തിന് 23 വയസ്സുകാരിയായ കണ്ണൂർ സ്വദേശിനി ഇരയാകുന്നത്. സംഭവത്തെപ്പറ്റി പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ഞായറാഴ്ച സമയം ഒരു 8:30 ആയപ്പോൾ തൻ്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പെൺകുട്ടി. ആ സമയത്ത് ഏറെ നേരമായി പെൺകുട്ടി ഒരാൾ പിന്തുടരുന്നതായി പെൺകുട്ടിക്ക് സംശയമുണ്ടായിരുന്നു. ഈ പാലത്തിനടുത്തെത്തിയപ്പോൾ അയാൾ പെൺകുട്ടിക്ക് നേരെ കടന്നു വീഴുകയാണ്. തുടർന്ന് അയാളുടെ പക്കലുണ്ടായിരുന്ന ഒരു തുണി ഈ പെൺകുട്ടിക്ക് മുകളിലൂടെ ഇടുന്നു. തുടർന്ന് പെൺകുട്ടിയുടെ തലയ്ക്കും കഴുത്തിനുമടക്കം ഗുരുതരമായ ക്രൂരമായ മർദ്ദനം തന്നെ പെൺകുട്ടിക്ക് നേരെ ഇയാൾ അഴിച്ചുവിടുന്നു. നമ്മുടെ വാർഡില് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു കുട്ടിയാണ്. നമ്മുടെ കളമശ്ശേരിയില് മൗലവി സ്റ്റോഴ്സിൽ പാർട്ട് ടൈം ജോലിക്ക് വന്നിരിക്കുന്ന കുട്ടിയാണ്. കണ്ണൂർ സ്വദേശിനിയാണ്. ആ കുട്ടി 8:15 മണിയോടുകൂടി ഷോപ്പിൽ നിന്ന് നമ്മുടെ റെയിൽവേയുടെ അണ്ടർ പാസേജ് വഴി സെന്റ് ജോസഫ് പള്ളിയുടെ ആ ഭാഗത്തേക്ക് വരികയായിരുന്നു. പെട്ടെന്ന് കുട്ടീനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് കുട്ടി പറഞ്ഞത്. ഒരു ക്യാപ്പും ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട ഒരാൾ, ഒരു ബാഗൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അയാളെ പെട്ടെന്ന് ഒരു മുണ്ട് ആ കുട്ടിയുടെ തലവഴി ഇട്ടിട്ട് ആ കുട്ടീനെ സ്റ്റെപ്പിൽ വെച്ചിട്ട് ഒരുപാട് ആക്രമിച്ചു. ഒരു പില്ലർ ഉണ്ടായിരുന്നു. ആ പില്ലറിൽ തൂണിലേക്കൊക്കെ തലയിടിച്ചു. പിന്നെ കുറെ കല്ലൊക്കെ വെച്ച് അതിന്റെ മേത്തും തലയിലൊക്കെ ഒരുപാട് പരിക്കേൽപ്പിച്ചു. തലയുടെ ബാക്ക് സൈഡൊക്കെ മുറിവുണ്ട്. തുടർന്ന് ഈ പെൺകുട്ടിയിൽ നിന്നും പെൺകുട്ടിയുടെ ആഭരണങ്ങളും അതോടൊപ്പം തന്നെ വില കൂടിയ ഐഫോണും കവർന്നിട്ട് ഇയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. തുടർന്ന് പരിക്കേറ്റ പെൺകുട്ടി സമീപത്തുള്ള തനിക്കൊപ്പം ജോലി ചെയ്യുന്ന ആളുകളുടെ അടുത്തേക്ക് ഓടിയെത്തുകയും തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവത്തെ പറ്റി പറയുകയും പിന്നെ ഈ പെൺകുട്ടിക്കൊപ്പം ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരാണ് പെൺകുട്ടിയെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ഈ ആക്രമണം നടന്നത് രാത്രി ഏറെ വൈകിയൊന്നുമല്ല. സമയം രാത്രി 8:30-ആണ്. നമ്മുടെ പൊതുനിരത്തുകളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെല്ലാം പരിപൂർണമായ സംരക്ഷണം ഉറപ്പാണ് എന്ന് അധികൃതരും സർക്കാരുമൊക്കെ ആവർത്തിച്ച് അവകാശപ്പെടുന്ന അതേ സാഹചര്യത്തിലാണ് കളമശ്ശേരി പോലെയുള്ള തിരക്കുള്ള ഒരു ടൗണിൽ രാത്രി കേവലം 8:30 സമയത്ത് ഒരു പെൺകുട്ടി ഇത്ര ക്രൂരമായ ഒരു ആക്രമണത്തിനും ഒരു മോഷണത്തിനും ഇരയാകേണ്ടി വരുന്നത്. ഈ പെൺകുട്ടിയുടെ അനുഭവം, അതായത് പെൺകുട്ടി നേരിട്ട അനുഭവത്തിൽ നിന്നും ഈ പെൺകുട്ടിക്ക് മാനസികമായ ഒരു ശക്തി ലഭിക്കാൻ തന്നെ ദിവസങ്ങളെടുത്തു എന്നൊരു കാര്യം ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ പെൺകുട്ടി പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിലായിരുന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആശുപത്രി വിട്ടത്. ഇപ്പോഴും അപകടത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ആക്രമണത്തിൻ്റെ ഭീതി പെൺകുട്ടിയിൽ നിന്നും മാറിയിട്ടില്ല എന്ന് പെൺകുട്ടിയുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. ഏതായാലും സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം, അവരുടെ ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം ഉറപ്പാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന സമൂഹത്തിൽ തന്നെയാണ് 23 വയസ്സുകാരി രാത്രി 8:30 സമയത്ത് അതിക്രൂരമായ ആക്രമണത്തിന് ഇരയായത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.